സുഴൽ ദ വോട്ടക്സ് സീസൺ 2 പൊള്ളി കിഡിലോസ്കി സീരീസ് 8 എപ്പിസോഡ് സീരീസ് ആണ്. 50 മിനിറ്റ് വീതം സ്ട്രീമിംഗ് ഓൺ പ്രൈം വീഡിയോ. ഡയറക്ടഡ് ബൈ ബ്രഹ്മൻ ആൻഡ് സാർജൻ. ഫസ്റ്റ് സീസൺ കാണാണ്ട് സെക്കൻഡ് സീസൺ കാണാൻ ചിന്തിക്കുകയേ വേണ്ട. ഫസ്റ്റ് സീസണിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ സെക്കൻഡ് സീസൺ. പിന്നെ അത് കാണാണ്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സോൾ മിസ്സിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ സീരീസ് ആണ്, റിട്ടൺ ബൈ പുഷ്കർ ഗായത്രി. അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ദേ ജസ്റ്റ് ബ്രില്യൻറ്റ് ഇൻ സസ്പെൻസ് ത്രില്ലർ ജോണർ. അവരെ പറ്റി അറിയാത്തവർക്ക് ഞാൻ വീണ്ടും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വിക്രം വേദ എന്ന ഗംഭീര സിനിമയുടെ എഴുത്തുകാരാണ് ഇവർ. ആ ഒരു സിനിമയ്ക്ക് ശേഷം അവർ പിന്നെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് സീസണിൽ മായാനക്കൊള്ളൈ എന്നൊരു ഫെസ്റ്റിവലിന്റെ ഇടയ്ക്കാണ് മേർഡർ മിസ്റ്ററി സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സീസണിൽ അഷ്ടകാലി എന്ന ഫെസ്റ്റിവലിന്റെ ഇടയ്ക്കാണ് സീക്വൻസുകൾ സംഭവിക്കുന്നത്. കണ്ടു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. എന്താ പറ്റണേ നമ്മൾ തന്നെ നോക്കി ഇങ്ങനെ ബാക്കി ഇരുന്ന് കണ്ടുപോകും. ആ ഒരു 8 എപ്പിസോഡ് അത്രയും എൻഗേജിംഗ് ആയിട്ട് ഇതിനെ എടുത്തിരിക്കുന്നത് ഒട്ടും ബോറടിപ്പിക്കില്ല. സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര യുണീക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തു ഈച്ച് എവറി എപ്പിസോഡ്. പ്രിഡിക്റ്റബിലിറ്റി ഇടയ്ക്ക് അട്ടിക്കുന്നുണ്ടെങ്കിലും അവർ മാക്സിമം ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു 8 മെമ്പർ ഗേൾ ഗാങ് ഉണ്ട് കേട്ടോ. അവർ സീനായിരുന്നു ഈച്ച് ആൻഡ് എവറി വൺ. ഗൗരിജി കിഷൻ, മോനിഷ ബ്ലസി, സംയുക്ത വിശ്വനാഥൻ, ഹരിണി സുന്ദരാജൻ, നിഖില ശങ്കർ, ശ്രിഷ, കലൈവാനി ഭാസ്കർ, അഭിരാമി ബോസ്, ഇവര് 8 പേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ക്യാരക്ടറൈസേഷനും ഭയങ്കര ജസ്റ്റിഫയബിൾ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ലാൽ ഉണ്ട് ഇതിനകത്ത്. ചെല്ലപ്പ എന്ന ക്യാരക്ടറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലാല് വളരെ നന്നായിട്ട് തന്നെ, വളരെ വൃത്തിക്ക് തന്നെ ആ ക്യാരക്ടറിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ഹോൾ സീസൺ ലാലിന്റെ ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ലാലിന് അടുത്ത് ഇത്രയും ഇന്റൻസ് ആയ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഐശ്വര്യ രാജേഷ്, മഞ്ജുവ മോഹൻ നല്ല ആഴത്തിൽ തന്നെ അവരുടെ റോൾസിനെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ശരവണൻ, അശ്വിനി നമ്പ്യാർ, ചാന്ദിനി തമലരസൻ, അഞ്ജലി അമീർ, ഇവരും വളരെ നന്നായിരുന്നു. പിന്നെ ഇതിൽ വിഷ്വൽസ്, സിനിമാറ്റോഗ്രാഫർ നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങും മ്യൂസിക്കും നമുക്ക് കിട്ടേണ്ട ആ ഒരു പമ്പിങ്, നമുക്ക് ആ കിട്ടേണ്ടത് നമുക്ക് വേണ്ടതായ ഒരു അഡ്രിനൽ റഷ് നല്ല രീതിയിൽ നമുക്ക് പമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നെഗറ്റീവ്സ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ആകെ LGBT എന്ന സംഭവത്തെ ഫോഴ്സ്ഫുള്ളി കുത്തിക്കയറ്റിയ പോലെ ഒരു ഫീൽ കിട്ടിയായിരുന്നു. അല്ലാണ്ട് എന്ത് നോക്കിയാലും അടിപൊളി സസ്പെൻസ് സീരീസ് തന്നെയായിരുന്നു സുഴൽ ദ വോർട്ടെക്സ്.